ഓഡിയേഴ്സ് ഇന്ന് ഞാൻ ഒരു മൈക്ക് പരിചയപ്പെടുത്തുകയാണ്. പിന്നെ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയ ഒരു മൈക്കാണ്. മൈക്കിനെ കുറിച്ച് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മൈക്ക് വില കൂടിയ മൈക്കാണ് ഇപ്പോൾ നമ്മൾ അതൊക്കെ ആളുകളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഒരു മീഡിയം ലെവലിൽ ഒരു മീഡിയം റേഞ്ചുള്ള ഒരു മൈക്കാണ്. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്നാൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മൈക്കാണ്. മറ്റേ ഉപയോഗത്തിന് ശൂന്യമായ മൈക്ക് നമ്മൾ കടയിലൊക്കെ പോയി അന്വേഷിച്ചാൽ ഈ വിലക്ക് കിട്ടുന്നത് വളരെ ചീപ്പായ മൈക്കായിരിക്കും. പക്ഷേ ഇത് അതിൽ വിഭിന്നമായ നല്ലൊരു മൈക്കാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റിയ നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മൈക്കാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ആ മൈക്കിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വന്ന് കുറേ ദൂരം വന്നാലും ആ മൈക്കിൻ്റെ സൗണ്ട് നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ തിരിഞ്ഞാൽ മാത്രം കട്ടാകുന്നുണ്ടുള്ളൂ. നോക്കട്ടെ, അതിൻ്റെ സൗണ്ട് നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കിക്കോളൂ. അത്യാവശ്യം എത്രയും ലോങ്ങിൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു ദൂരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൈക്കിൽ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് ഇടയിലൊരു സ്ഥലം വന്നാൽ മാത്രം, അല്ലെങ്കിൽ നമ്മളിത് കറക്റ്റ് സ്ഥലം അല്ലെങ്കിൽ മൈക്കിനൊരു പ്രശ്നമില്ല. ഇത് എത്ര പോയാലും നമുക്കതിൻ്റെ ക്വാളിറ്റി കിട്ടും. കാരണം ഇതിൽ 2 ട്രാൻസ്ഫോർമേറ്റർ ഇതിന് കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണതിൽ. അപ്പോൾ ഇതിൻ്റെ വ്യക്തത നന്നായിട്ട് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ മൈക്കിൻ്റെ ബോക്സ് വരുന്നത് ഇങ്ങനെയാട്ടോ. ഗ്രനാറോ പീട്ടൺ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. ഇതാ 2 മൈക്കിൻ്റെ ചിത്രമുണ്ട്. അതുപോലെ ഒരു കണക്ടർ ഉണ്ട്. ഈ കണക്ടർ ഉണ്ടെങ്കിൽ ഇതാണ് ഇതിലുള്ള വരുന്ന കിറ്റ്. പിന്നെ അതായത് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. മോഡൽ പീട്ടൺ, കളർ ബ്ലാക്ക്, ബേജ് ആ കളറുണ്ട്. ആൻഡ്രോയിഡ് നോയിസ് ക്യാൻസലേഷൻ 3 ലെവൽ, 3 ലെവൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. PN അതങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ ഫ്രീക്വൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വിഷയങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇതിലപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിലിങ്ങനെ ഈ ഒരു ബോക്സ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നോക്കൂ, ഇതിൽ ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവും. അങ്ങനെ ഒരു ബോക്സ്, ഈ ഒരു ബോക്സിലാണ് ഈ മൈക്ക് വരുന്നത്. ഇതിങ്ങനെ ഉണ്ട്. ഈ കവറ് മാറ്റിയാൽ ഇങ്ങനെ ഒരു സുന്ദര അടിപൊളി ബോക്സ് ഉണ്ട് കണ്ടോ. ഈ ബോക്സ് മൂലം ഗ്രനാറോ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈഡിൽ ചാർജിങ് പോർട്ട് ഉണ്ട്. ഈ ചാർജ് ഇതിൽ തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ഒറ്റയടിക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ 2ക്കുള്ള ചാർജ് ഇതിലാവുന്നതാണ്. പിന്നെ ഈ ബോക്സിൽ വരുന്നത് ഒരു ചെറിയൊരു ഇങ്ങനെ സംഭവമാണ്. അത് ഇതിൻ്റെ കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ താഴെ ഇതിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനും എല്ലാ വിഷയങ്ങളും ഇതിൽ പറയുന്നുണ്ട്. പവർ ഓൺ എങ്ങനെയാണ്, പവർ ഓഫ് എങ്ങനെയാണ്, നോയ്സ് ക്യാൻസലേഷൻ, റെഡ്യൂസേഷൻ ഫങ്ഷൻ എങ്ങനെയുണ്ടൊക്കെ ഇതിലുണ്ട്. പിന്നെ അതുപോലെ ഒരു വാറൻറ്റി കാർഡ്, 1 ഇയർ വാറൻറ്റി കാർഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടിട്ട് എല്ലാ വിഷയങ്ങളും ബുള്ളറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൽ ഒരു സ്ക്വയർ ബോക്സാണ്. ഇതിലാണ് നമ്മുടെ ചാർജർ വരുന്നത്. ചാർജർ കാണിക്കുക. ഇത് മൈക്കിന് ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. ആ ബോക്സ് ഞാൻ വീട്ടിൽ വെച്ചതാണ്, കൊടുത്തിട്ടില്ല. പിന്നെ ഈ മൈക്കിൽ വരുന്നത് 2 മൈക്കാണ് വരുന്നത്. ഇതിൽ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറാം. ഇതിൻ്റെ ബോക്സിൽ അതിൻ്റെ 2 സ്ഥലങ്ങൾ കാണാം. ഒന്ന് ഞാനിവിടെ വെച്ചതാട്ടോ, ഞാൻ ഉപയോഗിച്ചുകൊണ്ട് കേണതാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇത് കണ്ടങ്ങൾ ട്രാൻസ്ഫോർമേറ്റർ. അപ്പോൾ ഇത് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറഞ്ഞ ഈ വിലക്ക് നമുക്കിങ്ങനെ കിട്ടുക വളരെ നല്ല സംഗതി തന്നെയാണ്. പിന്നെ ഇതിന് കുറേ സംഗതികളുണ്ട്. ഒരു ഫോണുമ്മ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറുണ്ട്. പിന്നെ 2 മൈക്കുണ്ട്. പിന്നെ ഈ മൈക്കുമുള്ള പിന്നെ ഈ ബോക്സുണ്ട്. ഈ ബോക്സുമ്പോൾ തന്നെ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. ഈ ഒരു സംവിധാനമുണ്ട്. പിന്നെ അതിന് ചാർജ് ചെയ്യാനുള്ള ഒരു വയറാണിത് കേട്ടോ. ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇതിനുള്ള വയർ ഇതിലുണ്ട്. പിന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ, പിന്നെ ഒരു വാറൻറ്റി കാർഡും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഒരു വാറൻറ്റി കാർഡാണ് ഇതിൽ വരുന്നത്. ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പേരാണ് ഈ കാണുന്നത്. ഗ്രനാറോ എന്നാണ് ഇതിൻ്റെ പേര്. ഗ്രനാറോ പീട്ടൺ എന്നുള്ള ഒരു മൈക്കാണ്. 1 ഇയർ വാറൻറ്റി കാർഡ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതിൻ്റെ അങ്ങനെ ചെയ്യാനുള്ളതൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഈ സൗണ്ടിലാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഇതാ ബോക്സിൽ നിന്ന് എടുത്തത് ഇങ്ങനെ കേട്ടോ. ബോക്സിൻ്റെ ഉള്ളിലുള്ള ഒരു ചാർജിങ് കേബിള് ഇങ്ങനെ വരുന്നത് നല്ല സോക്കറ്റുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ ഗ്രനാറോ പറഞ്ഞ ഈ സംഭവം ഒന്നിൻ്റെ എടുത്താൽ പിന്നെ ഇതിൻ്റെ ബോക്സിന് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം പിന്നെ 2 മൈക്ക്, ഒരു കണക്ടർ, 2 മൈക്കും കാണാം, ഒരു കണക്ടറും കാണാം. ഇതാണ് കണക്ടർ എന്ന സാധനം. ഇതിന് 2 ലൈറ്റും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു ഫോണിൽ ഈ ഫോണും ഈ കണക്ടർ കണക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇതാ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. കണ്ടങ്ങൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ മൈക്ക് ഇതിൽ നിന്നൊരു മൈക്ക് എടുത്തു. ഈ മൈക്കിൽ ഇപ്പോൾ നമ്മൾ മോഡ് പറഞ്ഞു ഓണാക്കാനുള്ളത് സ്വിച്ച് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതായത് ഈ സ്വിച്ച് ഓണാക്കി ഓണാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിച്ച് നിന്നാൽ അതിമ ലൈറ്റ് കത്തിയില്ല, കണ്ടില്ലേ, അതിമ ലൈറ്റ് കത്തി. അപ്പോൾ ഒരു മൈക്ക് ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കണക്ടറും എന്തായിരിക്കും എന്ത് കാണിക്കും, കണക്ടറും പോയി വെക്കുക. മൊബൈലിൽ കാണുന്നുണ്ട് ഒരു ലൈറ്റ് മാത്രം കത്തിക്കൊണ്ട് നിൽക്കുകയാണ്, മറ്റേത് കത്തിയിട്ടില്ല. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്, ഈ കത്തിയിട്ടുള്ളതാണ് കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു മൈക്ക് കണക്റ്റ് ആയി, ആ കണക്റ്റ് ആയതിന് ചിഹ്നമാണ് ഈ ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇനി അടുത്ത മൈക്ക് എടുത്തു, അതും നമ്മൾ ഓൺ ബട്ടൺ നിൽക്കുകയാണ്. ഡീമലുള്ള ഓൺ നക്കി പിടിച്ചുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ ഇവിടെ ലൈറ്റ് കത്തിക്കണോ എന്നാണ്. ഇവിടെ ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഓണാണ് അല്ലേ. രണ്ടും ഓണാണെങ്കിൽ ഡീമ രണ്ടും എന്തായിട്ടുണ്ടാവും, കത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് കണക്ഷൻ വരുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കിയാൽ മതി. മായ കാര്യം ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് തുറന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു സംഭവം കണ്ടങ്ങൾ. ഇതിന് 2 ഇവിടെ ഇതൊരു മാഗ്നറ്റിക്കാണ്. ഈ ഒരു മൈക്കിൻ്റെ മാഗ്നറ്റിക് സംഭവമാണ് ഇത് കാണുന്നത്. ഇവിടെ രണ്ട് ഡോട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിൽ, അതായത് ഇതിൽ വെച്ചാൽ വെക്കുന്നതോട് കൂടി ഇപ്പോൾ അവിടെ 2 ഡോട്ടുണ്ട്, ഇതിനും 2 ഡോട്ട്. അപ്പോൾ ഇത് വെക്കുന്നതോട് കൂടി എന്ത് ചെയ്യും, ഓണാവും. ഓണാന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ കഴിയും. ചാർജിങ് കണക്ടർ കേട്ടോ, അത് ചാർജ് ചെയ്യുന്ന കണക്ടറാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ കണക്ടർ നോക്കിയിട്ട് കണക്ഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെക്കുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് സംഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നു. ഇനി നമ്മൾ ചാർജിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, ചാർജ് ചെയ്യണം. ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചാർജ് ഓട്ടോമാറ്റിക്കായി കയറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ സംഭവം ഉള്ളത്. ഇതിനെക്കുറിച്ച് പറയാം. ഇതാണ് ഗ്രനാറോ എന്ന സാധനം. ഇതിൽ ഈ സൈഡിൽ 2 ബട്ടൺ കാണാം. ഇതിൽ ഫസ്റ്റത്തെ ബട്ടണുമ്പോൾ നിങ്ങൾ കാണാം അതിൻ്റെ ചിഹ്നം, നമ്മുടെ ഓൺ ഓഫിൻ്റെ ചിഹ്നം ഇതിലുണ്ട്. താഴെ എം എന്നെഴുതിയ മോഡ്, ഓരോ മോഡ് മാറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ ക്ലിപ്പുണ്ട്, ഷർട്ടുമൊക്കെ കൊളുത്താനുള്ള. ഇത് ഇത് കണ്ടോ, ഈ 2 വരിക എന്നുള്ളത് വലിയ അത്ഭുതമാണ് ഈ വിലക്ക് കിട്ടുക. ഇപ്പോൾ കടയിലൊക്കെ അന്വേഷിച്ചാൽ, ഞാൻ ഒരു കടയിൽ പോയിരുന്നു, അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ സെയിം വിലക്ക് ഇതിൽ 1 വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 2 ഉണ്ടാകുക കാരണം ശബ്ദത്തിന് അത്രയും ക്വാളിറ്റി കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിൽ കുറേ ഇതിൻ്റെ ഓരോ സംഭവം കാണിക്കുന്നുണ്ട്. ഈ ഫസ്റ്റത്തെ ബാറ്ററിൻ്റെ ഒരു സംഭവമാണ്. രണ്ടാമത്തേത് നമ്മൾ കണക്റ്റായി എന്നുള്ള അറിയിക്കുന്ന സംഭവമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് സൗണ്ട് സംഭവമാണ്. നാലാമത്തേത് നോയ്സ് ക്യാൻസലേഷൻ്റെ അങ്ങനെ സംഗതികളാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ബട്ടൺ അമർത്തിയാൽ നമുക്ക് സംഭവം അറിഞ്ഞത് പോലെ തന്നെ സംഗതി ഓണാവും. അങ്ങനെ ആകുമ്പോൾ ഈ രണ്ടാമത്തെ ആ ചിഹ്നം കത്തുന്നതാണ്. പിന്നെ അതുപോലെ ഓഫാക്കാനും അതന്നെ, അതിനെ ഒരു വട്ടം നിൽക്കിയാൽ മതി. ഇനി താഴെ എം ഉണ്ടല്ലോ, ആ മോഡ് എന്നുള്ള സംഭവം, അത് നമ്മൾ ഒറ്റ പ്രാവശ്യം നിൽക്കിയാൽ നോയ്സ് ക്യാൻസലേഷൻ 3 ഘട്ടങ്ങളാണ്. 1-ാമത്തെ ഘട്ടം ചെറിയ രീതിയിൽ നോയ്സ് ഉണ്ടാവും, ആ നിലക്കായിരിക്കും. 2 വട്ടം പ്രസ് ചെയ്താൽ നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു 2 ഘട്ടങ്ങളൊക്കെ കഴിയും. 3 ആയാൽ തീരെ ശബ്ദം കേൾക്കാത്തില്ല, നമ്മുടെ ശബ്ദം മാത്രം കേൾക്കുന്ന രീതിയിൽ അത്രയും ക്ലാരിറ്റിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഇത് മറ്റൊന്നാണ്, ഇതിൽ പാട്ട് പാടുന്ന ആളുകൾക്ക് അതിൻ്റെ എക്കോ മോഡിലേക്ക് മാറ്റാൻ കഴിയും. അതായത് 2 തവണ ഒരുമിച്ച് പ്രസ് ചെയ്താൽ ഈ മോഡ് എന്ന സ്വിച്ച് 2 തവണ പ്രസ് ചെയ്താൽ എക്കോ മോഡിലേക്ക് മാറിയിട്ട് നമുക്ക് പാട്ടൊക്കെ പാടാൻ കഴിയും. അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്കോ മോഡൊക്കെ വിട്ടൊക്കെ കിട്ടാം. അത് 2 പ്രസ് ചെയ്തിട്ട് എക്കോ മോഡിലാണ്. ഇനിയിപ്പോൾ നമ്മൾ പാട്ട് പാടണമെങ്കിൽ എക്കോ സൗണ്ടിലാണ് പാട്ട് പാടുന്ന സൗണ്ട് കേൾക്കാം. എന്നാ പാട് ബേബി. മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാള്, മഞ്ജുള്ള തേനി വങ്ങേറി
വരുന്നല്ലോ ഫാത്തിമ പെണ്ണ്. നിങ്ങൾ കേട്ട ഇതിൻ്റെ ഒരു ശബ്ദ ക്വാളിറ്റി പറഞ്ഞാൽ, ഈ ക്വാളിറ്റി പറഞ്ഞാൽ നമ്മൾ പാട്ട് പാടുന്നവർക്ക് ഒറ്റ എക്കോ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇങ്ങനെ ഈ വിലക്ക് ഒരു 2000-ൻ്റെ അടുത്തുള്ള വിലക്ക് ഇങ്ങനെയുള്ളൊരു സാധനം കിട്ടുക എന്നുള്ളത് അപൂർവമാണ്. ഇതില്ല. നമ്മൾ ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ഷോപ്പിൽ ഈ വിലക്ക് കിട്ടുന്ന സാധനത്തിന് ഇത്ര ക്വാളിറ്റിയോ പിന്നെ നിലവാരം കാണാത്തതാണ് കൊണ്ടാണ് ഇത് ഇങ്ങനെ വാങ്ങേണ്ടത്. ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ കാരണം. ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇതിന് പർച്ചേസ് ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വിലക്ക് ഇതിനേക്കാൾ വില കൂടിയ സാധനങ്ങളുണ്ട്, പക്ഷേ അത് അത്രയും വില ഉണ്ടായത് കൊണ്ടാണ് ഇത് ഈ വിലക്ക് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം കേട്ടോ. അല്ലാതെ ഇത് വലിയ ക്വാളിറ്റി എന്നല്ല, ഒരു മീഡിയം ലെവൽ ക്വാളിറ്റി നമുക്ക് ഇതിന് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇനി പിന്നെ ശബ്ദത്തിൻ്റെ ഒരു ക്വാളിറ്റി കൂടി നോക്കട്ടെ. കുറച്ച് ദൂരത്തു നിന്നാണ് പാട്ട് പാടുന്നത്. ഇതിന് സൗണ്ട് ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ ക്ലിപ്പ് ചെയ്യാം. നമുക്കിതിങ്ങനെ കൈ പിടിച്ച് കണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയും. മദീന റൗള മുനവ്വറയിൽ അന്തിയുറങ്ങും തോഹ റസൂലേ സലാം. ആവിടം ചെന്ന് തിരുമുമ്പീന്ന് ഒന്ന് സലാമോദാനും വിധിയേകല്ലാ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നോയ്സ് ക്യാൻസലേഷൻ എന്നുള്ള സംഭവം. ഇനി നമുക്ക് നോയ്സ് ക്യാൻസലേഷനെ കുറിച്ചാണ് നോക്കാനുള്ളത്. അതായത് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ശബ്ദമല്ലാത്ത ബാക്കിയുള്ള ശബ്ദങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഇത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിൻ്റെ പോലെ സ്ഥലമാണ്. പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ മറ്റേ പക്ഷികളെ ശബ്ദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ബട്ടൺ പിന്നെ നിൽക്കിയാൽ കുറഞ്ഞ ഇതിൽ പോവും. അതുപോലെ 3 പ്രാവശ്യം നിൽക്കിയാൽ ഫുള്ളായിട്ട് നോയ്സ് ക്യാൻസലേഷൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഫുള്ള് 3 വട്ടം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശബ്ദം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ശബ്ദം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന ശബ്ദം എങ്ങനെ കേൾക്കുന്നുണ്ടോ, ബാക്കിയുള്ള ശബ്ദം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ പക്ഷികളെ ശബ്ദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇതിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അത് മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഞാൻ കുറേ ദൂരെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് പിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ. അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് കുറേ ലോങ്ങൊക്കെ വന്നാൽ ഇതിൻ്റെ ഇടയിലൊരു മറ വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പിന്നെ നോയ്സ് കട്ടാവുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അധികം നമ്മൾ അത്ര ഇതിൽ പറഞ്ഞ കണക്കനുസരിച്ച് ഇത്ര ഇല്ല, പക്ഷേ നമ്മൾ എന്നാലും ഇത് കുറേ പോയാൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിക്ക് നമുക്കിത് നല്ലൊരു ഉപകാരമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇതിൽ 2 ട്രാൻസ്ഫോമീറ്റർ ഉണ്ട്, പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, പിന്നെ അതുപോലെ 2 മൈക്കുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റുകയാണെങ്കിൽ ഇതാണ്. മാത്രമല്ല ഈ വില അത്യാവശ്യം കംഫർട്ടബിൾ വിലയാണ്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ്റെ 3 കേട്ടോ. 1 കുറഞ്ഞതിൽ 2 അങ്ങനെ 3 വട്ടം. ഒരു വട്ടം നോക്കിയാൽ കുറഞ്ഞ രീതിയിലുണ്ടാവും. 2 വട്ടം നോക്കിയാൽ അതിൻ്റെ അന്യമായിട്ട് കുറച്ചും കൂടി കുറയും. 3 വട്ടം നോക്കിയാൽ ഫുള്ളായിട്ട് നോയ്സ് കട്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ രീതി. നമ്മളെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ പാട്ട് പാടുന്നവർക്കുള്ള ഇത് സൗണ്ട് ക്വാളിറ്റി ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. എക്കോ മോഡ് നല്ല ക്ലാരിറ്റി മോഡാണ്. ഈ ക്ലാരിറ്റി വരാൻ കാരണം തന്നെ ഇതിൻ്റെ 2 ട്രാൻസ്ഫോമീറ്റർ എന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഈ സൗണ്ട് ക്ലാരിറ്റി വരാൻ കാരണം. അപ്പോൾ ഈ വിലക്ക് ഇത് കംഫർട്ടബിൾ ആണെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക, ഇത് വാങ്ങാം. അതിൻ്റെ പർച്ചേസ് ലിങ്ക് പിന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചതാണ്. ഏതായാലും ഇത്ര എണ്ണത്തെ വീഡിയോ ഉള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കത് പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. മണമുള്ള അമ്പത്താരുണിയാൽ പൂമുത്ത്